ഇയാൾക്ക് വേറെ എന്തോ സുഖേടാണ് കേട്ടോ. ഈ പത്രസമ്മേളനം തന്നെ അലങ്കോലപ്പെടുത്തണമെന്നുള്ള ഉദ്ദേശം നിങ്ങൾക്കുണ്ടോ? മങ്കടയിലെ LDF സ്ഥാനാർത്ഥി SDPI കാരനാണെന്നാണോ പറയുന്നത്? നിങ്ങളുണ്ടല്ലോ എന്ത് കാര്യവും പറയാനുള്ള നാക്ക്, എല്ലില്ലാത്ത നാക്കുണ്ടല്ലോ, അതിന് പറ്റുന്ന ഒരാളാണ് അയാൾ. അത് അതേ രീതിയിൽ കേട്ടുകൊണ്ട് വർത്താനം പറയാൻ നിൽക്കണ്ട. അതൊരു നല്ല ഗുണമല്ല. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളെ വിഷമം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ആ വിഷമം കൊണ്ട് നടക്കി. ഭരണവിരുദ്ധ വികാരം എവിടെയാണുള്ളത്? നിങ്ങൾക്കുണ്ടോ ഭരണവിരുദ്ധ വികാരം? എന്റെ പെരുമാറ്റം നന്നായി പോയേ എന്ന് പറഞ്ഞ് നാട്ടിൽ നടക്കേണ്ട കാര്യം എനിക്കില്ല. ഞാൻ എന്തോ പ്രത്യേക അജണ്ടയായിട്ട് വന്നാണെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചാൽ മതി കേട്ടോ. നിങ്ങൾ കാണേണ്ടത് ഏത് വർഗീയതയോടും ഞങ്ങൾക്ക് കൃത്യമായ നിലപാടുണ്ട്. എല്ലാ വർഗീയതയോടും ഒരേ നിലപാടാണ്. എല്ലാ വർഗീയ ശക്തികളോടും ഒരേ നിലപാടാണ്. അത് കൃത്യമായി തിരിച്ചറിയണം. 45 സീറ്റിൽ SDPI സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. 36 ആ മണ്ഡലങ്ങളിൽ ചിലയിടങ്ങളിൽ SDPI ഇടതുപക്ഷത്തിന് പിന്തുണ പ്രഖ്യാപിക്കുമെന്നാണ് കേൾക്കുന്നത്. ആ വോട്ട് വേണ്ട, ആ കേൾക്കുന്നത് വെച്ചിട്ട് അവരോട് പോയി ചോദിക്കണം. എന്നോട് ചോദിച്ചാൽ മനസ്സിലാവില്ല. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. ഞങ്ങൾക്ക് ഒരു വർഗീയതയുമായും ബന്ധമില്ല. ഞങ്ങൾ എല്ലാ വർഗീയതയും ഒരേപോലെ കാണുകയാണ്. എല്ലാ വർഗീയതയും ഒരേപോലെ എതിർക്കുകയാണ്. പിന്നെ ഏതെങ്കിലും ശക്തികളോട് ചോദിക്കാനുണ്ടെങ്കിൽ അവരോട് പോയി ചോദിച്ചുകൂടി. നിങ്ങളെ വിഷമം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഇവിടെ മാത്രമല്ല, എല്ലായിടെയും അത് കാണുന്നുണ്ട്, എല്ലായിടെയും കേൾക്കുന്നുണ്ട്. അതല്ലാതെ മങ്കടയിലെ LDF സ്ഥാനാർത്ഥി SDPI കാരനാണെന്നാണോ പറയുന്നത്? സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് സ്ഥാനാർത്ഥിയല്ലേ? സ്ഥാനാർത്ഥിയോട് നിങ്ങളെന്ത് ചോദിച്ചു എന്ന് എനിക്ക് പറയാവൂ. അത് അദ്ദേഹത്തോട് ചോദിക്കേണ്ട. അദ്ദേഹത്തോട് ചോദിക്കുന്ന ചോദ്യത്തിന്റെ അടിസ്ഥാനത്തിലേ മറുപടി ഉണ്ടാക്കുക. നിങ്ങൾക്ക് ഞങ്ങളുടെ നിലപാടാണ് അറിയേണ്ടതെങ്കിൽ ഞാൻ ഒന്നുകൂടി ആവർത്തിച്ച് പറയാം. എല്ലാ വർഗീയതയോടും ഒരേ നിലപാടാണ്. എല്ലാ വർഗീയ ശക്തികളോടും ഒരേ നിലപാടാണ്. രാജ്യത്ത് ഭൂരിപക്ഷ വർഗീയതയുണ്ട്, ന്യൂനപക്ഷ വർഗീയതയുണ്ട്. ഈ വർഗീയതയോടെല്ലാം ശക്തമായ നിലപാടാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്. ഓ, ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളെ വിഷമം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ആ വിഷമം കൊണ്ട് നടക്കി. വോട്ട് വേണ്ട എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഇന്നലെ CPIയുടെ വിനോദ് വിശ്വം പറഞ്ഞത് വർഗീയ ശക്തികളോട് ഞങ്ങൾ കൂട്ടുകൂടില്ല. രണ്ടഭിപ്രായം പാർട്ടിക്കുള്ളിൽ നിന്ന് വരുന്നുണ്ട്. ഞാനിപ്പോ പറഞ്ഞതെന്താ? CM ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ ധാരണകളുണ്ട്. ആ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ ചോദ്യം. നിങ്ങൾക്ക് വേണ്ടത് ഈ UDF പ്രചരിപ്പിക്കുന്നത് പോലെ ഞങ്ങൾ ഏതെങ്കിലും കൂട്ടറുമായിട്ട് ബന്ധപ്പെടുന്നു സ്ഥാപിക്കലാണ്. ഞങ്ങളെ അതിന് കിട്ടില്ല. ഞങ്ങൾ ഇന്ന് സ്വീകരിക്കുന്ന നിലയല്ല, എത്രയോ കാലമായിട്ട് സ്വീകരിക്കുന്ന നിലയാണ്. എത്രയോ കാലമായി വർഗീയതയോട് ഉറച്ച നിലപാടാണ്. അതിന്റെ ഭാഗമായിട്ട് ഒരു ചാഞ്ചാട്ടവും ഞങ്ങൾക്ക് അനുഭവപ്പെടാറില്ല. എന്നാൽ അതാണോ കോൺഗ്രസ്? അതാണോ UDF? ഏതെല്ലാം കാലം കടന്നു വന്നിരിക്കുന്നു. ഇനി ആ ചരിത്രമൊക്കെ ഞാൻ എണ്ണണോ? എല്ലാ പത്രസമ്മേളനങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ ഞാൻ. പണ്ട് EMSന്റെ മത്സരം തൊട്ട് തുടങ്ങാലോ. പിന്നെ AKGയുടെ മത്സരത്തിൽ കാണിച്ചില്ലേ? പിന്നെ കോലി ബി സഖ്യം വന്നില്ലേ? പിന്നെ സീറ്റ് തന്നെ അക്കൗണ്ട് തുടങ്ങാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുത്തില്ലേ BJPക്ക്? എല്ലാം ആരായിരുന്നു? അതെല്ലാം കോൺഗ്രസ് ചെയ്തല്ലേ ഇവിടെ. അവരെ നിങ്ങൾക്ക് പവിത്രീകരിക്കണം. ഒരു ശുദ്ധന്മാര്, വർഗീയതയെ തീണ്ടാത്തവര് എന്ന് സ്ഥാപിക്കണം. എന്നിട്ട് എല്ലാ കാലത്തും വർഗീയതക്കെതിരെ നിലപാട് സ്വീകരിക്കുന്ന LDFനെ മോശമായി ചിത്രീകരിക്കണം. അത് നിങ്ങളുടെ ആവശ്യമാണ്. എന്ത് ചെയ്യാനാണ്? നാട്ടുകാരത് വിശ്വസിക്കണ്ടേ? ജനങ്ങളുടെ അനുഭവത്തിലല്ലേ കാര്യങ്ങൾ വിലയിരുത്തുക. അതൊക്കെ നിങ്ങൾ അവരോട് പോയി ചോദിക്കണം. എന്നോട് ചോദിച്ചാൽ കിട്ടില്ല. ഭരണവിരുദ്ധ വികാരം എവിടെയാണുള്ളത്? നിങ്ങൾക്കുണ്ടോ ഭരണവിരുദ്ധ വികാരം? ഏത് കാര്യത്തിലാ? അത് പറയണോ? കേരളത്തിൽ 10 വർഷം ഭരിച്ചൊരു ഗവൺമെന്റ്, ആ ഗവൺമെന്റ് ഇന്ന കാര്യങ്ങളിൽ പരാജയപ്പെട്ടിരിക്കുന്നു, ഇന്ന കാര്യങ്ങളിൽ വിരുദ്ധ വികാരമുണ്ട് എന്ന് പറയും. അതിനല്ലേ ഞാൻ പത്രസമ്മേളനം നടന്നത്. അത്തരം ഏതെങ്കിലും ചർച്ചയ്ക്ക് തയ്യാറാകുന്നുണ്ട്. അതൊന്നും ചർച്ച ചെയ്യരുതേ എന്നല്ലേ ഈ പറയുന്ന ആൾക്കാർ ആഗ്രഹിക്കുന്നത്, ഇവർ ചിന്തിക്കുന്നത്. അത് ചർച്ച ചെയ്തു പോയാൽ ജനങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുമല്ലോ.
അതല്ലേ വസ്തുത. മറ്റൊരു കാര്യം, UDF പ്രധാനമായിട്ടൊരു ക്യാമ്പയിൻ മണ്ഡലങ്ങളിൽ മുഖ്യമന്ത്രിക്കെതിരെ കൂടിയാണ്. മുഖ്യമന്ത്രിയുടെ പെരുമാറ്റം ശരിയല്ല, ആളുകളോട് സമീപനം ശരിയല്ല എന്നുള്ളതാണ്. അത് നിങ്ങൾ വിലയിരുത്തിയാൽ മതി, ഞാൻ പറയേണ്ടതല്ല. എന്റെ പെരുമാറ്റം നന്നായി പോയേ എന്ന് പറഞ്ഞ് നാട്ടിൽ നടക്കേണ്ട കാര്യം എനിക്കില്ല. ഞാൻ ഇന്നലെ ഒന്ന് പ്രവർത്തനം നടത്തിയ ആളല്ലല്ലോ. നിങ്ങൾ വിലയിരുത്തിയാൽ മതി. പ്രധാന വിഷയം അത് തന്നെയാണ് അവർ ഉന്നയിക്കുന്നത്. ആയിക്കോട്ടെ, നിങ്ങൾ വിലയിരുത്തിക്കോ. കഴിഞ്ഞ തവണ 2021 നിലമ്പൂരിലെ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയായിരുന്നു ബേപ്പൂരിലെ UDF സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപം എന്ന് പറയുന്നത് വരുമാനിസം എന്നുള്ളതാണ്. മുഖ്യമന്ത്രിയുടെ വരുമാനം എന്ന രീതിയിൽ മുഹമ്മദ് റിയാസ് അഭിരാധികാരം പാർട്ടിയിലും സർക്കാരിനും കാണിക്കുന്നതാണ്. ഇതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? അതുകൊണ്ടാണോ അയാൾ പോകേണ്ടി വന്നത്? അതാണ് അദ്ദേഹം കാരണം. അത് ചോദിക്കണം, അയാളോട് പോയി ചോദിക്കണം. അതാണ് കാരണം പറയുന്നത്. നിങ്ങളുണ്ടല്ലോ എന്ത് കാര്യവും പറയാനുള്ള നാക്ക്, ഈ എല്ലില്ലാത്ത നാക്കുണ്ടല്ലോ, അതിന് പറ്റുന്ന ഒരാളാണ് അയാൾ. അത് അതേ രീതിയിൽ കേട്ടുകൊണ്ട് വർത്താനം പറയാൻ നിൽക്കണ്ട. അതൊരു നല്ല ഗുണമല്ല. മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് എന്തെങ്കിലും കേട്ട് അത് മുഴുവൻ സ്വീകരിച്ച് അതേപോലെ വിളമ്പേണ്ടവരല്ല. അതിന് അല്പം ബുദ്ധി ഉപയോഗിക്കണം. നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ അത്. ലേശം ഉപയോഗിക്കുന്നത് നല്ലതാണ്. അങ്ങനെ എന്തെങ്കിലും കാര്യമുണ്ടോ എന്നുള്ളത് എന്നിട്ട് സ്വയം ബോധ്യത്തിന്റെ ഭാഗമായി ചോദിക്കണം. അല്ലെങ്കിൽ അൻവറിന് വന്നിരുന്ന് ചോദിച്ചാൽ പോരെ. അൻവറിന്റെ പ്രതിപുരുഷനായിട്ട് വന്ന് ചോദിക്കേണ്ട കാര്യമുണ്ട്. ഇയാൾക്ക് വേറെ എന്തോ സൂക്കേടാണ് കേട്ടോ. ഇനി അത് ഞാൻ മറുപടി പറഞ്ഞിട്ട് കാര്യമില്ല. വേറെ എന്തോ അജണ്ടയും കൊണ്ട് വന്നിരിക്കുക. ഏതോ ഒരു ഞാൻ സാധാരണ അങ്ങനെ ചോദിക്കില്ല, പക്ഷെ എന്തോ പ്രത്യേക അജണ്ടയായിട്ട് വന്നാണെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചാൽ മതി കേട്ടോ. ഈ പത്രസമ്മേളനം തന്നെ അലങ്കോലപ്പെടുത്തണം എന്നുള്ള ഉദ്ദേശം നിങ്ങൾക്കുണ്ടോ? അങ്ങനെ ഒരു രീതിയിലല്ല വേണ്ടത്. SDPയെ കുറിച്ച് ഞാനാണോ മറുപടി പറയേണ്ടത്? SDPക്കാരോട് നിങ്ങൾ പോയി ചോദിക്കണോ?